നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തെ കാണുന്നത് എവിടെയാണ്? ഇന്ന് നമുക്കറിയാം, വയനാട്ടിൽ നമ്മുടെ ഒത്തിരിയേറെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. ഇന്നും അനേകർ ദുരന്തമുഖത്ത് കിടക്കുകയാണ്. അവരെ രക്ഷിക്കുവാൻ വേണ്ടി അനേക സഹോദരങ്ങൾ രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ നമ്മൾ ഒരു നാളും കണ്ടിട്ടില്ലെങ്കിലും എല്ലാം ഉപേക്ഷിച്ച്, ഉറ്റവരെയും ഉടവേരെയും കുടുംബങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, ദേശമോ രാജ്യമോ നോക്കാതെ, വർണ്ണ ഭേദമില്ലാതെ, ജാതി മത ഭേദമില്ലാതെ എവിടെ നിന്നൊക്കെയോ ഓടി വന്ന ഒത്തിരിയേറെ സഹോദരങ്ങൾ ഇന്ന് വയനാട്ടിലെ അനേക സഹോദരങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒരിക്കലും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇവരുടെയൊക്കെ സൽപ്രവൃത്തികളിലൂടെയല്ലേ നമ്മൾ ദൈവത്തെ കാണുന്നത്. ഇവരെയൊക്കെ പ്രചോദിപ്പിക്കുന്നതും അതുതന്നെയല്ലേ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഉപേക്ഷിച്ച് ജീവൻ പോലും പണയം വെച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ സൽപ്രവൃത്തികൾക്ക് നിങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ പ്രവൃത്തി ദൈവികമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എവിടെ നിന്നൊക്കെയോ ഓടി വന്നു, നിങ്ങളുടെ ആരും അല്ലാതിരിക്കുന്ന, നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് പേര് പോലും അറിയാത്ത ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഈ മാറ്റിവെക്കുന്ന ഈ സമയമുണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിലുള്ള മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റ് സഹായങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല, എല്ലാം മറന്ന് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ സൽപ്രവൃത്തികളാണ് ദൈവ മഹത്വമായി തീരുന്നത്. നിങ്ങളുടെ സൽപ്രവൃത്തികളിലൂടെയാണ് അനേകരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളിലൂടെയൊക്കെയാണ്, നിങ്ങളുടെ സൽപ്രവർത്തികളിലൂടെയൊക്കെയാണ് അനേകരെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അവിടെ നിന്ന് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ ഇന്നും കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും മനസ്സിൽ ഓർത്തുകൊണ്ട്, ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.